blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് ഏതെങ്കിലും ഒരു ചാനലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ കാണുവാൻ, നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ ബന്ധുക്കളോട്, ഏറ്റവും അടുത്തവരോട് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുക. അതല്ല, നിങ്ങൾ മറ്റേതെങ്കിലും യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുകയോ ഇത് ഫോർവേഡ് ചെയ്യുകയോ ചെയ്ത് ഷെയർ ചെയ്ത് അവർക്കൂടെ ഇത് കാണാൻ ഇടയാകട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ നമുക്ക് ഏവർക്കും ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, രാമപുരത്തു നിന്നുള്ള അനിൽകുമാറിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് അഭിവൃദ്ധിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. മകളുടെ വിവാഹം എത്രയും വേഗം നടക്കുവാൻ, അലർജി പൂർണ്ണമായും സൗഖ്യമാകുവാനുമായി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെല്ലാവരുടെയും ആരോഗ്യത്തിനും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പുത്തൂരിൽ നിന്നുള്ള വെൽവിഷറായ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൾക്ക് 3 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നല്ലോ. വേഗത്തിൽ കർത്താവെ പൈതലിനെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വസ്തു എത്രയും വേഗം നല്ല വിലയ്ക്ക് വിൽക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കും ഇതുപോലെ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറി ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി മാറാം. സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. കർത്താവ് നിങ്ങളെയും ഒരു അനുഗ്രഹമാക്കി മാറ്റട്ടെ. ബ്ലെസ്സിങ് ടുഡേ ഫെസ്റ്റിവൽ അടിമാലിയിൽ മാർച്ച് 22 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്കും അനുഭവിച്ചറിയുവാൻ ബ്രദർ ഡാമിയൻ ആന്റണിയും കുടുംബവും നയിക്കുന്ന ബ്ലെസ്സിങ് ടുഡേ ഫെസ്റ്റിവൽ. സ്ഥലം പഞ്ചായത്ത് ടൗൺ ഹാൾ, അടിമാലി. ബ്ലെസ്സിങ് ടുഡേ ഫെസ്റ്റിവൽ തൃശ്ശൂരിൽ ബ്രദർ ഡാമിയൻ ആന്റണിയും കുടുംബവും നയിക്കുന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മാർച്ച് 23 ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. വ്യാപാര ഭവൻ ഓഡിറ്റോറിയം നിയർ GEM ഹോസ്പിറ്റൽ, ടൗൺ ഹാളിന് പുറകുവശം, സാഹിത്യ അക്കാദമി റോഡ്, ചെമ്പുക്കാവ്, തൃശൂർ. ഡെലിവറൻസ് ക്ലിനിക് ബാംഗ്ലൂരിൽ മാർച്ച് 29, 30, 31 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണി വരെ. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് വിടുതലിനായി ഡെലിവറൻസ് ക്ലിനിക് ബാംഗ്ലൂർ. വിശ്രാന്തി നിലയം CSI വിമൻസ് ഹൗസ്, ഇൻഫൻട്രി റോഡ്, ഓപ്പോസിറ്റ് ഹിന്ദു ന്യൂസ് പേപ്പർ, ബാംഗ്ലൂർ. കോൺടാക്ട് 9170 220 12173. സൂപ്പർ സൺഡേ തിരുവനന്തപുരത്ത് ബ്രദർ ഡാമിയൻ ആന്റണി നേതൃത്വം നൽകുന്ന അനുഗ്രഹദായകമായ വചന ശുശ്രൂഷ മാർച്ച് 24 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. രാജധാനി ഓഡിറ്റോറിയം, കിഴക്കേക്കോട്ട, കോട്ടക്കകം. എക്സ്പീരിയൻസ് റിയൽ മൂവ് ഓഫ് ഗോഡ്. തടസ്സങ്ങൾ നിറഞ്ഞ ലോകം, വേദനകൾ സമ്മാനിക്കുന്ന ജീവിതം, മോഹഭംഗങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ, ആകുലതകൾ തളം കെട്ടിയ നാളുകൾ, പ്രതിവിധികൾ തേടി നെട്ടോട്ടമോടുന്ന മനുഷ്യർ. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ ബ്ലെസ്സിങ് ടുഡേ ഓഫർ ചെയ്യുന്ന പുസ്തകം തടസ്സങ്ങളെ തകർക്കുക. ഏവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷാശൈലി, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ പഠനങ്ങൾ, ജീവിത വിജയത്തിന്റെ സൂത്രവാക്യവും തത്വങ്ങളും, സ്വന്തം ജീവിത ലക്ഷ്യം കണ്ടെത്തുവാനും അതിലേക്ക് കുതിക്കുവാനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ, സംസ്കരിക്കപ്പെട്ട സ്വപ്നങ്ങളെ പുനരുദ്ധാനം ചെയ്യിപ്പിക്കുന്ന സന്ദേശങ്ങൾ, തടസ്സങ്ങളെ തകർത്ത് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചവരുടെ ഹൃദയസ്പർശിയായ ജീവിത കഥകൾ. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ തകർത്ത് വിജയകാഹളം മുഴക്കുവാൻ ഇന്ന് തന്നെ ഈ പുസ്തകത്തിന്റെ കോപ്പികൾ ഓർഡർ ചെയ്യുക. കോപ്പികൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. വില 200 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484 422 150.
www.amazon.in എന്ന വെബ്സൈറ്റിലൂടെയോ www.blessingtodayshop.com എന്ന വെബ്സൈറ്റിലൂടെയോ ഓൺലൈനായും ഈ പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാം. Brother Damien ministering in Dubai Blessing Today Festival. The Holy Spirit says, I'm bringing a revival in this land. മാർച്ച് 22 വെള്ളിയാഴ്ച 5:30 PM to 7:30 PM. ABC Hall near Al Mulla Plaza, Hall number 7, Office Entrance, Al Nada. Contact 0563 422 132. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. നിരന്തരമായി ചാപ്റ്റർ കണക്കിന് വായിച്ചുകൊണ്ടിരുന്ന ക്യാൻസർ രോഗികൾ കീമോതെറാപ്പി ഇല്ലാതെ, റേഡിയേഷൻ ഇല്ലാതെ, മറ്റു മരുന്നുകളില്ലാതെ സൗഖ്യമായത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ദൈവവചനം ഒരു ദിവ്യ ഔഷധമാണ്. പലപ്പോഴും നമുക്ക് കാശുള്ള സമയത്ത്, സൗകര്യങ്ങളുള്ള സമയത്ത് ഹോസ്പിറ്റലുകളിൽ പോകാം, ആധുനിക ചികിത്സാ മുറകളിൽ നമുക്ക് ആശ്രയിക്കാം. എന്നാൽ അവർ കൂടെ കൈവിട്ടാലോ ചിലർ പറയും, ഇനിയിപ്പോൾ കാശ് കളയേണ്ട, വീട്ടിൽ കൊണ്ടുപോയി ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കുക, അന്ത്യാഭിലാഷമൊക്കെ നിറവേറ്റി എങ്ങനെയെങ്കിലും സമാധാനത്തോടെ യാത്രയാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പലരെയും വീടുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. പിന്നെ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കാൻ പോകുന്നത്. Let me tell you one thing. Jesus is the final word. Jesus is the final place. Jesus is the final person. ഒരു മനുഷ്യന് എത്തിച്ചേരാവുന്ന അന്തിമമായ ഒരു സ്ഥലം, അന്തിമമായ ഒരു വ്യക്തി, അന്തിമമായ ഒരു നാമം, അതാണ് യേശുവിൻ്റെ നാമം. അറിഞ്ഞില്ലെങ്കിൽ ഇന്നെങ്കിലും അറിയുക. അനേക സ്ഥലങ്ങളിൽ പോയി ആയുസ്സെല്ലാം കഴിഞ്ഞ് ഒരു 88 വയസ്സാകുമ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് അതിനേക്കാൾ നല്ലതാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥയിൽ യേശുവിലേക്ക് വന്നാൽ ഇനിയുള്ള ആയുസ് സമാധാനത്തോടെ ജീവിക്കാം. സഭാപ്രസംഗി എന്നൊരു പുസ്തകമുണ്ട് നമ്മുടെ ബൈബിളിൽ, എക്ലീസിയാസ്റ്റസ്. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനം ഈ സഹോദരങ്ങളിൽ ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചു കേൾപ്പിക്കണം. സഭാപ്രസംഗി 12:1 ആരെങ്കിലും വായിക്കാം. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, ദുർദിവസങ്ങൾ മതിയാവും. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. എപ്പോഴാ? പെൻഷൻ പറ്റിയ ശേഷമല്ല. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത്, എൻ്റെ ടീനേജിൽ, കൗമാരപ്രായത്തിൽ യേശുവിൽ വിശ്വസിച്ച് ബൈബിൾ വായിച്ച് ഭക്തിയുടെ മാർഗം തിരഞ്ഞെടുത്തപ്പോൾ ഒരാളല്ല, അനേകർ വന്ന് എന്നോട് പറഞ്ഞു, എടാ ചെറുക്ക, നീ ഈ സമയത്ത് ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, എല്ലായിടത്തൊക്കെ പോയി എൻജോയ് ലൈഫ്. എന്നിട്ട് വയസ്സാകുമ്പോൾ അപ്പോഴാണ് എല്ലാവരും എന്ത് ചെയ്യേണ്ടത്? ഭക്തിയുടെ മാർഗമൊക്കെ എടുത്ത് വേദപുസ്തകമൊക്കെ വായിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പോകാൻ തയ്യാറാകുക. അങ്ങോട്ട് പോകാൻ എന്നെ ഉപദേശിച്ചത് എന്നേക്കാൾ ഒത്തിരി സീനിയേഴ്സ് ആയിട്ടുള്ളവരാണ്, മുതിർന്നവരാണ് എന്നോട് പറഞ്ഞത്, നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഈ വായിച്ചു കേട്ട വാക്യം അന്ന് ഞാൻ വായിച്ചു, അനേക വർഷങ്ങൾക്ക് മുമ്പ്. ബൈബിൾ വ്യക്തമായി നമ്മളോട് പറയുന്നു, യൗവനകാലത്ത് നീ ചെറുപ്പമായിരിക്കുമ്പോൾ അപ്പോൾ തന്നെ നിന്റെ സൃഷ്ടാവിനെ ഓർക്കുക. വയസ്സാം കാലത്ത് ഓർക്കുന്നതിനേക്കാൾ നല്ലത് ചെറുപ്പകാലത്ത് ഓർക്കുന്നതാണ്. കാരണം ആ യൗവനകാലവും മധ്യവയസ്സായിരിക്കുമ്പോഴും പ്രായമുള്ളപ്പോഴും എല്ലാം ജീവിതം അനുഗ്രഹിക്കപ്പെടും. അല്ലെങ്കിൽ നിന്റെ വാർദ്ധക്യത്തിൽ നീ എത്തുമോ എന്ന് പോലും ഉറപ്പില്ല. പലരും യൗവനകാലത്ത് തന്നെ ജീവിതം പൊലിഞ്ഞു പോകാറുണ്ട്, ദൈവത്തെ അറിയാതെ ജീവിക്കുമ്പോൾ. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരോടും ബാലന്മാരോടും പറയുകയാണ്, ഇപ്പോഴേ ദൈവത്തെ അന്വേഷിക്കുക. വയസ്സാം കാലത്തല്ല അന്വേഷിക്കേണ്ടത്. അതിനുശേഷമുള്ള ഭാഗങ്ങൾ വായിച്ചാൽ കുറച്ചുകൂടി ബോധം കിട്ടും. നമ്മളതിലേക്ക് ഇന്ന് പോകുന്നില്ല. ഇനി ചിലർ വിചാരിക്കും, അന്നൊന്നും ഞാൻ അറിഞ്ഞില്ല, എനിക്ക് ഇത്രയും പ്രായമായി. നോ പ്രോബ്ലം. ഇനി മുതൽ അങ്ങോട്ടുള്ള ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുക്കുക. മനുഷ്യർക്ക് കൊടുക്കരുത്, ഈ ലോകത്തിലുള്ള ഒന്നിനും വേണ്ടി കൊടുക്കരുത്. ദൈവത്തിന് വേണ്ടി ഇനിയുള്ള ആയുസ് സമർപ്പിക്കുക.
വലതുകരം ഉയർത്തി വീണ്ടും ഹല്ലേലൂയ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 7 മുതലുള്ള ചില വചനങ്ങൾ നമുക്ക് ഈ സമയത്ത് വായിക്കാം. ബൈബിളിൽ പുതിയ നിയമത്തിൽ ഫിലിപ്പ് ലേഖനം 3-7 വചനം മുതൽ നമുക്ക് വായിച്ചു കേൾക്കാം. വളരെ വളരെ വെല്ലുവിളികൾ ഉണർത്തുന്ന, പൗലോസ് എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട ശൗൽ അല്ലെങ്കിൽ സൗൾ എന്ന പേരിൽ ജീവിച്ച ഒരു മനുഷ്യൻ്റെ ശക്തിയേറിയ വാക്കുകളാണ് നമ്മളിവിടെ വായിക്കുന്നത്. വായിക്കാം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാന ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നു വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. എല്ലാവരും ദയവായി കൺതുറന്ന് എന്നെ ഒന്ന് നോക്കുക, ശ്രദ്ധിക്കുക. പൗലോസ് എന്ന ഈ മനുഷ്യൻ ചെയ്യുന്നത്, ഒരു ത്രാസിൻ്റെ ഒരു തട്ടിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, വിദ്യാഭ്യാസം, തൻ്റെ കുലമഹിമ, ജീവിതത്തിലുണ്ടായിരുന്ന നേട്ടങ്ങൾ സകലവും കൂടെ ഒരു ത്രാസിൽ ഒരു തട്ടിൽ വെച്ചു. മറ്റേ തട്ടിൽ ക്രിസ്തുവിനെ വെച്ചു. തൻ്റെ നേട്ടങ്ങളും തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സമ്പാദ്യങ്ങളും പേരും മഹിമയും എല്ലാം കൂടെ പൊങ്ങിപ്പോയി. കാരണം വെയിറ്റ് ഉള്ളത് ക്രിസ്തുവിനാണ്. എത്ര പേർക്ക് മനസ്സിലായി? അതാണ് ഇവിടെ തുലനം ചെയ്ത് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, whatever gains to me I now consider loss for the sake of Christ. ക്രിസ്തു നിമിത്തം എൻ്റെ ജീവിതത്തിലെ സകല നേട്ടങ്ങളെയും ഞാൻ വെറും ഛേദം അല്ലെങ്കിൽ വെറും നഷ്ടം എന്നെണ്ണുന്നു. അതൊന്നും ലാഭമല്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പൗലോസ് പറയും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എൻ്റെ കുലമോ, എൻ്റെ ജാതിയോ, എൻ്റെ സമുദായമോ, എൻ്റെ മതമോ, ആ മതത്തിൽ ഞാൻ നേടിയ നേട്ടങ്ങളോ അല്ല. എൻ്റെ വിദ്യാഭ്യാസമല്ല. അന്നത്തെ കാലത്ത് ഏകദേശം ഡോക്ടറേറ്റിന് തുല്യമായ വിദ്യാഭ്യാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, എക്സ്ട്രാ ബിബ്ലിക്കൽ സോഴ്സുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ വ്യക്തി, ശ്രദ്ധിച്ചു കേൾക്കണം, ഈ വ്യക്തി വളരെ ധനാഢ്യരായിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. ജീവിതത്തിൽ ഒന്നിനും അവന് കുറവുണ്ടായിട്ടില്ല. തൻ്റെ പള്ളിയിൽ, സമുദായത്തിൽ അവൻ ഉയർന്ന ഒരു പദവി അലങ്കരിക്കുന്നവനായിരുന്നു. അത്രയും വലിയ നേട്ടങ്ങൾ ഇതിൻ്റെ ഈ പുസ്തകത്തിൽ തന്നെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ ഇതെല്ലാം കൂടി ഒരു ത്രാസിൽ വെച്ചപ്പോൾ അതങ്ങ് പൊങ്ങിപ്പോയി. അതിനൊന്നും വെയിറ്റില്ല. സഹോദരങ്ങളെ, ഞാൻ പറയാം, ഇതുവരെയുള്ള നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾ വെട്ടിപ്പിടിച്ച, നിങ്ങൾ നേടിയെടുത്ത എന്തൊക്കെയുണ്ട്, അതെല്ലാം ക്രിസ്തുവുമായി തുലനം ചെയ്യുമ്പോൾ ഒന്നുമില്ല. വെറും ചവറ്, വെറും നഷ്ടം. ഇതെല്ലാം വൈക്കോൽ തുറു പോലെ നാളുകളിൽ അത് കത്തിപ്പോവും. വൈക്കോൽ തുറു നശിപ്പിക്കാൻ ബോംബൊന്നും ഇടണ്ട, ഒരു ചെറിയ തീപ്പൊരി മതി, അത് മൊത്തം കത്തിപ്പോവും. ഇത്രയേ ഉള്ളൂ ജീവിതത്തിലെ നേട്ടങ്ങൾ. എന്നാൽ ഒരുവൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ അവന് സ്ഥിരമായ ഒരു അടിസ്ഥാനമുണ്ട്. ഈ ജീവിതത്തിലും മരണശേഷവും അവന് നിത്യകാലത്തേക്ക് ഒരു അടിസ്ഥാനമുണ്ട്, ഒരു സമ്പത്തുണ്ട്. അവനാണ് ഏറ്റവും ധനാഢ്യൻ, അവനാണ് ഏറ്റവും സമ്പന്നൻ, അവനാണ് ഏറ്റവും സംതൃപ്തൻ. പോരാ, നന്നായിട്ട് കൈകളടിച്ച് ഈ യേശുവിന് മഹത്വം കൊടുക്കാം. ഞാനിത് പറയുന്നത് ചെറിയ കാര്യങ്ങളല്ല. നമുക്ക് വേണ്ടി ചങ്ക് പുലർന്ന് നമ്മെ സ്നേഹിച്ച് ജീവൻ തന്ന, സകലവും സൃഷ്ടിച്ച മഹാദൈവമായ സർവശക്തനായ ക്രിസ്തുവിന്റെ കാര്യമാണ് പറയുന്നത്. ആവേശം പുറത്തോട്ട് വരട്ടെ. 8-ാം വചനം വായിക്കാം. What is more, I consider everything a loss because of the surpassing worth of knowing Christ Jesus my Lord, for whose sake I have lost all things. വായിക്കാം. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം
ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഇത്രയേ ഉള്ളൂ. ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം എൻ്റെ ജീവിതത്തിൽ മൊത്തം മാറ്റം ഉണ്ടായി. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. ഇതിനു മുമ്പ് ക്രിസ്തുവിനെ ശരിക്കും അറിഞ്ഞിട്ടുള്ള ക്രിസ്തു എന്ന് അവിടെയൊക്കെ കേട്ട് കാണും, സൺഡേ സ്കൂളിൽ പഠിച്ചു കാണും, സ്കൂളിലൊക്കെ കേട്ട് കാണും, ചില പ്രസംഗങ്ങളൊക്കെ കേട്ട് കാണും. അതിനെക്കുറിച്ചല്ല പറയുന്നത്. വ്യക്തിപരമായി ക്രിസ്തുവിനെ നേരിട്ടറിഞ്ഞവർക്ക് പഴയതുപോലെ ജീവിക്കാൻ സാധ്യമല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പറഞ്ഞോട്ടെ ഒന്നുകൂടെ. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യേശു ജനിച്ചു ബെത്ലഹേമിൽ. കിഴക്കുന്ന മൈലുകൾക്കപ്പുറത്തു നിന്ന് ചില ജ്ഞാനികൾ യേശുവിനെ കാണാൻ വേണ്ടി പോയി. ഒത്തിരി വില പിടിച്ച ഗിഫ്റ്റുകളുമായിട്ടാണ് രാജാവായി പിറന്ന കുഞ്ഞിനെ കാണാൻ പോയത്, രാജകുമാരനെ കാണാൻ പോയത്. പോയ ശേഷം തിരികെ പോകുമ്പോൾ കർത്താവ് അവരോട് സ്വപ്നത്തിൽ അരുളി ചെയ്തു, വന്ന വഴിയെ തിരിച്ചു പോകരുത്, വേറെ പുതിയ വഴിക്ക് പോകണമെന്ന്. ഇതിലൊരു സന്ദേശമുണ്ട്. ക്രിസ്തുവിനെ കണ്ട ശേഷം പഴയ വഴികളിലൂടെ നീ നടക്കരുത്. ഒരിക്കൽ യേശുവിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, പഴയ രീതിയിലുള്ള ജീവിതം ഫുൾ സ്റ്റോപ്പ് ഇടുക, പൂർണ്ണ വിരാമം ഇടുക, എന്നിട്ടൊരു പുതിയ ജീവിതം ആരംഭിക്കുക. ആ ജീവിതം ക്രിസ്തുവിനോടുകൂടെ സമാധാനത്തിൽ, സമ്പന്നതയിൽ, പ്രാർത്ഥനയിൽ, ആരാധനയിൽ, വിശുദ്ധിയിൽ, പാപം ചെയ്യാതെ നല്ലൊരു ജീവിതം. അല്ലെ പിന്നെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എനിക്കറിയാം, എൻ്റെ 16 വയസ്സിന് മുമ്പുള്ള ജീവിതവും 16 വയസ്സുള്ള ശേഷവും ഉള്ള ജീവിതവും തമ്മിൽ രാവും പകലും എന്നതുപോലെ വ്യത്യാസമുണ്ട്. 16 വയസ്സിന് മുമ്പിലുള്ള എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. വലിയ പ്രശ്നത്തിലാണ്. മുമ്പിൽ കാണുന്നതെല്ലാം ഇരുള്, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. പലപ്പോഴും വീട്ടിൽ നിന്നിറങ്ങി പുഴയരികത്തൊക്കെ പോയിരിക്കും. എന്താ ദൈവമേ ജീവിതം, എങ്ങോട്ട് പോകും? വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. ക്രിസ്തു വന്നപ്പോൾ എൻ്റെ അകത്ത് പ്രത്യാശയുണ്ടായി. ജീവിതം എന്താണെന്ന് മനസ്സിലായി. ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടായി. ജീവിതത്തിൽ സമാധാനമുണ്ടായി. പ്രശ്നങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും അകത്തൊരു സമാധാനം. തൂക്കണാങ്കുരുവി എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. ആ പക്ഷി ഓലയുടെ തുമ്പത്ത് ഇങ്ങനെ ചില സമയത്ത് കൂടുണ്ടാക്കി അതിങ്ങനെ കാറ്റിൽ ആടിക്കൊണ്ടിരിക്കും. അതിനകത്ത് അത് മുട്ടയിട്ട് വിരിയിക്കും. ഈ കുഞ്ഞുങ്ങൾ അതിനകത്തിരിക്കുന്ന സമയത്ത് ഭയങ്കര കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വീശുമ്പോഴും ഇത് പൊട്ടി താഴെ വീഴില്ലെന്ന് മാത്രമല്ല, ആ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോഴും അതിനകത്ത് കുഞ്ഞുങ്ങൾ ഇരുന്ന് ഉറങ്ങും. അതിനകത്ത് കുഞ്ഞുങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയല്ല, അതിനകത്ത് സമാധാനത്തോടെ ഉറങ്ങും. കാരണം എന്താ? ചുറ്റും തള്ളക്കിളിയും തന്തക്കിളിയും ചുറ്റി പറക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കത് കൂട്ടിൽ കയറി വന്നിരിക്കും. മക്കളെ എന്തായി എന്ന് ചോദിക്കും. എന്ന് മാത്രമല്ല, എത്ര ആടിയാലും എൻ്റെ അപ്പനും ഉണ്ടാക്കിയ വീടാ കൂടാ, ഇത് വീഴില്ല എന്നൊരു ഉറപ്പതിനുണ്ട്. സ്വർഗത്തിലെ പിതാവ് നിന്റെ ജീവിതത്തെ ദൃഷ്ടി വെച്ച് പരിപാലിക്കുന്നത് കൊണ്ട്, നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കുഞ്ഞെ, നിന്റെ കുടുംബം തകരുകയില്ല, നിന്റെ വീട് തകരുകയില്ല, നിന്റെ കൂട് തകരുകയില്ല. സ്വർഗത്തിലെ പിതാവ് ഈ തിരമാലകളും വലിയ കാറ്റുകളും കോളുകളും വന്നാലും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കരമുണ്ട്, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളുണ്ട്. ആരോടൊക്കെയോ കർത്താവ് ശക്തമായി പറയും, ഇതിലകത്തിരിക്കുന്ന ചില യുവതിമാർ, പരിശുദ്ധാത്മാവ് പറയുന്ന നിന്റെ ജീവിതം തീർന്നു എന്ന് നീ ചിന്തിക്കുന്നു. ഇല്ല, നിന്റെ സ്വർഗത്തിലെ പിതാവ് നിനക്ക് വേണ്ടി നല്ലൊരു ഭാവി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കാറ്റിലും കോളിലും നിന്റെ കുടുംബം തകരുകയില്ല, കുടുംബ ജീവിതം തകരുകയില്ല, നിന്റെ ഭാവി തകരുകയില്ല. ഉറപ്പുണ്ട്. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ അകത്ത് വിശ്വാസം പനിനീർ പുഷ്പം പോലെ വിരിഞ്ഞു വരുന്ന അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ? അകത്തെന്തോ ഒരു ധൈര്യം വരുന്നുണ്ട്, അകത്തൊരു ഉണർവ് വരുന്നുണ്ട്, അകത്തൊരു ഉത്സാഹമുണ്ട്. വിശ്വസിക്കാൻ തോന്നുന്ന, ജീവിക്കാൻ തോന്നുന്നവർ കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. ഇന്ന് അനേകരുടെ മ്ലാനത മാറുന്ന ദിവസമാണ്, അനേകരുടെ മൗനം മാറുന്ന ദിവസമാണ്, അനേകരുടെ വിഷാദ രോഗം സൗഖ്യമാകുകയാണ്, അനേകരുടെ നിരാശ മാറുകയാണ്. വലിയ കാറ്റടിച്ച് കാർമേഘം മറ്റൊരു സ്ഥലത്തേക്ക് പറന്നു പോകുന്നത് പോലെ നിന്റെ ഇരുളുകൾ, നിന്റെ മേലുള്ള നിഴലുകൾ, നിന്റെ മേലുള്ള മൂടാപ്പുകൾ കർത്താവ് എടുത്തു മാറ്റുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കുന്നത് കൊണ്ട് എല്ലാ ഇരുളുകളും മറകളും മാറിപ്പോവുകയാണ്. ഹല്ലേലൂയ. വായി തുറന്നുറക്കെ ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിനെ അറിഞ്ഞത് നിമിത്തം എനിക്കിപ്പോൾ ഒന്നും വലിയ പ്രശ്നമൊന്നുമല്ല. മാനം ഇടിഞ്ഞു വീഴാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരാൾ
വലിയൊരു വാക്കത്തിയായിട്ട് പോവുകയാണ്. എന്തിനാണ്? മുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. വാഴപ്പിണ്ടി വെട്ടുകയാണ് മുട്ട് കൊടുക്കാൻ. അങ്ങനെയൊന്നുള്ള മണ്ടത്തരം പൗലോസ് പറയും, അങ്ങനെയുള്ള മണ്ടത്തരം ഞാനിപ്പോൾ കാണിക്കാറില്ല. കാരണം എന്താ? ക്രിസ്തു യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ആ പരിജ്ഞാനം നിമിത്തം എല്ലാം ഞാൻ ചവറ് എന്നെണ്ണുകയാണ്, നഷ്ടം എന്നെണ്ണുകയാണ്. അതിനുശേഷം ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെ, ഐ കൺസിഡർ ദം ഗാർബേജ് ദാറ്റ് ഐ മേ ഗെയിൻ ക്രൈസ്റ്റ് ആൻഡ് ബി ഫൗണ്ട് ഇൻ ഹിം. അദ്ദേഹം പറയുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും, ഇവിടെ ഉണ്ടോയെന്നറിയില്ല, കാണണം. ഇവിടെയുള്ള കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത്, അവിടെ വീടുകളിൽ നിന്നും റോഡുകളിൽ നിന്നൊക്കെ വേസ്റ്റ് എടുക്കുന്ന വണ്ടി കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ നാട്ടിൽ? വേസ്റ്റ് എടുക്കുന്നത് ചിലപ്പോൾ പെട്ടി ഓട്ടോ ആയിരിക്കാം, ചിലപ്പോൾ വലിയ ട്രക്കുകളായിരിക്കും, ഗാർബേജ് കളക്ഷൻ ട്രക്കുകൾ. അദ്ദേഹം ഇവിടെ എഴുതിയിരിക്കുന്നത്, ഐ കൺസിഡർ all the accolades, all the achievements, all the accomplishments in my life as garbage. എൻ്റെ ജീവിതത്തിലെ സകല നേട്ടങ്ങളും എന്തായി? ചപ്പുകൂനയായിട്ട് ഞാൻ എണ്ണുന്നു, വേസ്റ്റായിട്ട്, ഗാർബേജ് ആയിട്ട് ഞാൻ എണ്ണുന്നു. കാരണം ക്രിസ്തുവിനെ എനിക്ക് ലഭിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ഒളിമ്പിക്സിൽ മെഡൽ കിട്ടി, നല്ലത്, പത്രത്തിൽ വന്നു, മീഡിയയിൽ വന്നു, ഒളിമ്പ്യൻ എന്ന ഒരു പേര് കൂടി കിട്ടി, കൊള്ളാം. പക്ഷേ യേശുവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, ത്രാസിൽ വയ്ക്കുമ്പോൾ, അത് കോർപ്പറേഷൻ്റെ മാലിന്യ വണ്ടിയുടെ അത്രയേ ഉള്ളൂ. അതെല്ലാം മരണത്തോടെ സകലവും തീരും. ക്രിസ്തു മരണത്തോടെ അവസാനിക്കുകയില്ല. നിത്യതയോളം നിന്നോടൊപ്പം എന്നും എന്നേക്കും ഉണ്ടാകുന്ന സ്ഥിരമായൊരു ആത്മബന്ധമാണ് ക്രിസ്തു എന്ന രക്ഷകനുമായി നിനക്കുള്ളത്. ശവപ്പെട്ടിക്കപ്പുറത്തേക്ക്, നിന്റെ ചിതാഭസ്മത്തിനപ്പുറത്തേക്ക് നിൽക്കുന്നൊരു ബന്ധമത്രേ രക്ഷകനായ യേശുവുമായുള്ള നിന്റെ ബന്ധം. ഇവിടെയാണ് ആവേശം കാണിക്കേണ്ടത്. ഹല്ലേലൂയ. ഇതാ പൗലോസ് പറയുന്നത്. ഈ വെളിച്ചം ഒന്ന് തലയിൽ കിട്ടിയാൽ പരാതിപ്പെട്ടിയെല്ലാം പൂട്ടി താക്കോലും വലിച്ചെറിഞ്ഞ് നിങ്ങൾ ഖുഷിയായി ജീവിക്കാൻ തുടങ്ങും. ജീവിതത്തിൽ ഇല്ലാത്തതിനെ ഓർത്ത് കരയാനല്ല, ക്രിസ്തു എന്ന ഏറ്റവും വലിയ നേട്ടത്തെ ഓർത്ത് രണ്ടു കാലിൽ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ സ്തുതിക്കാൻ ഈ അറിവ് നിന്നെ സഹായിക്കും. അതാണ് പൗലോസ് ഇവിടെ എഴുതി പിടിപ്പിക്കുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ കൂടുതൽ അറിയണം. ഇപ്പോൾ അറിഞ്ഞതും പോരാ, കൂടുതൽ യേശുവിനെ എനിക്കറിയണം, മറ്റുള്ളവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കണം. ക്രിസ്തു എന്ന ഈ മിസ്റ്ററി, ക്രിസ്തു എന്ന ഈ മർമ്മം, ക്രിസ്തു എന്ന ഈ രഹസ്യം ഒത്തിരി പേർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ക്രിസ്തു എന്ന മർമ്മം അല്ലെങ്കിൽ രഹസ്യം എന്നൊക്കെ ഇതിനെ പറയുന്നത്. മറ്റുള്ളവർക്ക് കൂടെ ഞാൻ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ്. നീ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ഒരു കൃപ നിനക്ക് ലഭിച്ചെങ്കിൽ നീ യേശു ക്രിസ്തുവിൻ്റെ ഒരു സ്റ്റാറായി മാറണം, ഒരു നക്ഷത്രമായി മാറണം. കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളെ ഒരു നക്ഷത്രമാണ് കൊണ്ടുപോയി അവിടെ എത്തിച്ചത്. അങ്ങനെ ഒരു നക്ഷത്രത്തിൻ്റെ ദൗത്യം ചെയ്യാൻ ഇവിടെ ഇരിക്കുന്നവരോട് ദൈവം പറയുകയാണ്, നീ ഇന്ന് മുതൽ ഒരു നക്ഷത്രമായി മാറാമോ? അനേകരെ യേശുവിലേക്ക് നടത്താമോ? അറിയുന്ന ദൈവവചനം മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ദൈവം നിന്റെ ഭാവിയെ, നിത്യതയെ ഏറ്റവും അനുഗ്രഹിക്കും. കാരണം ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ അവർ ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും ശോഭിക്കും. അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം വലുതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ഒരു അമ്മ ഇവിടെ ചിരിച്ചുകൊണ്ടൊക്കെ വന്നു നിൽപ്പുണ്ട്. അമ്മ കണ്ണട വെച്ചിട്ടാണ് വർഷങ്ങളായിട്ട് വായിച്ചുകൊണ്ടിരുന്നതും നോക്കിക്കൊണ്ടിരുന്നതും. കണ്ണാടി അവിടെ ഇരുന്ന് വച്ചാലേ ഇവിടെ കാണാം. അമ്മ പറയുന്നത് കണ്ണാടി വെച്ചാൽ ഒരു ഇരുട്ട് പോലെയൊക്കെയാണ് കാണുന്നത് മൊത്തം. അങ്ങനെ ഇപ്പൊ സാറ് പറഞ്ഞു, ഇത് ബ്രദർ പറഞ്ഞൊന്നു കണ്ണ് കണ്ടുകൂടാത്തവരൊക്കെ ഒന്ന് കണ്ണ് തുറന്നു നോക്കാൻ. ഇവിടെ എല്ലാം എന്തോ വെളിച്ചം. അപ്പൊ ഞാൻ ഇരുട്ട് പിടിച്ച പോലെ എല്ലാം നല്ല കാണാൻ. അമ്മച്ചി പറയുന്നത് കണ്ണട വെച്ചാൽ ഇരുട്ടായിരുന്നു. കണ്ണുനീരും പഴുപ്പുമായിരുന്നു എപ്പോഴും. അതൊക്കെ ഇപ്പൊ എന്തോ ഒരു വെളിച്ചം കിട്ടിയോല. അമ്മച്ചി ഇത് വായിച്ചും കാണിച്ചു. ഇപ്പോ ഇത് ചെറിയ അക്ഷരം വായിച്ചും കാണിച്ചു. അമ്മച്ചിയുടെ കണ്ണട വെച്ചാൽ പോലും അമ്മച്ചി പറഞ്ഞത് കണ്ണട അവിടെ ഇട്ടിട്ട് പോന്നു. കണ്ണട ഇല്ലാതെ എങ്ങും പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് നോക്കിയാലും എല്ലാം ഇരുട്ടാണ്.
പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ കാണാം. കർത്താവിൻ്റെ വെളിച്ചം പരന്നു കാണാം. കർത്താവെ, അമ്മയെ അനുഗ്രഹത്തോടെ അയക്കുന്നു. ആമേൻ. നമുക്ക് ഏവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. ഈ സമയത്ത് വെന്റിലേറ്ററിൽ ICUവിൽ ഒക്കെ ആയിരിക്കുന്ന ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ നൽകുന്നു. ഈ TV പ്രോഗ്രാം കാണുന്ന, ഈ സ്ക്രീനിൽ ഇത് കാണുന്ന പലരും അങ്ങനെയുള്ള ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, വേഗത്തിൽ സൗഖ്യമായി അവർ പുറത്തു വരട്ടെ. ക്യാൻസർ രോഗം പോലെയുള്ള മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എയ്ഡ്സ് രോഗം സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ മാരകമായ പല രോഗങ്ങളെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു ഇൻ ജീസസ് നെയിം. ശക്തിയേറിയ വേദനകൾ ശരീരത്തിലെ പല സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും പെയിൻ കില്ലർ കഴിക്കുന്ന ചിലർ പൂർണ്ണമായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. കിഡ്നികൾ സൗഖ്യമാകട്ടെ. അതുപോലെ യൂട്രസിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഫലോപ്പിയൻ ട്യൂബുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഒവേറിയൻ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അലർജികൾ സൗഖ്യമാകട്ടെ. ഡസ്റ്റ് അലർജി, മെഡിസിനൽ അലർജി, അതുപോലെ ഫുഡ് അലർജി, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രണ്ട് കൈകളും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. എന്ത് വിഷയമാണെങ്കിലും യേശുവിനോട് പറയുക. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ ഓരോ വ്യക്തികൾക്കും ഏത് വിഷയത്തിലായാലും അങ്ങ് നൽകണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നും നാളെയുമായി അടിമാലിയിലും തൃശ്ശൂരിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കും. തീർച്ചയായിട്ടും വരണം. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ വിവിധ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുകയാണ്. യു ആർ വെൽക്കം. തീർച്ചയായിട്ടും വരണം. നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, എൻ്റെ പ്രാർത്ഥന ഡയറി മുതൽ ചോദിച്ചു വാങ്ങുക എന്ന പുസ്തകം വരെ നിരവധിയായ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ കാണാം. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേ ഈ പ്രോഗ്രാമിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. Brother Damien ministering in Dubai Blessing Today Festival. The Holy Spirit says, പരിശുദ്ധാത്മാവ് പറയുന്നു, I am bringing a revival in this land. മാർച്ച് 22 വെള്ളിയാഴ്ച 5:30 PM to 7:30 PM. ABC Hall near Al Mulla Plaza, Hall number 7, Office Entrance, Al Nada. Contact 0563 422 132. ബ്ലെസ്സിങ് ടുഡേ ഫെസ്റ്റിവൽ അടിമാലിയിൽ മാർച്ച് 22 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്കും അനുഭവിച്ചറിയുവാൻ ബ്രദർ ഡാമിയൻ ആന്റണിയും കുടുംബവും നയിക്കുന്ന ബ്ലെസ്സിങ് ടുഡേ ഫെസ്റ്റിവൽ. സ്ഥലം പഞ്ചായത്ത് ടൗൺ ഹാൾ, അടിമാലി. ബ്ലെസ്സിങ് ടുഡേ ഫെസ്റ്റിവൽ തൃശ്ശൂരിൽ ബ്രദർ ഡാമിയൻ ആന്റണിയും കുടുംബവും നയിക്കുന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. മാർച്ച് 23 ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. വ്യാപാര ഭവൻ ഓഡിറ്റോറിയം നിയർ GEM ഹോസ്പിറ്റൽ, ടൗൺ ഹാളിന് പുറകുവശം, സാഹിത്യ അക്കാദമി റോഡ്, ചെമ്പുക്കാവ്, തൃശൂർ.